ഇന്ന് നമുക്കൊരു അടിപൊളി നാരങ്ങാച്ചാർ ഉണ്ടാക്കാം. ഒട്ടും കയ്പില്ലാതെ. എങ്ങനെയാണ് പെട്ടെന്ന് നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറേ ദിവസമായിട്ട് മടിച്ച് ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു. ഇന്നങ്ങനെ രണ്ടും കൽപ്പിച്ച് അച്ചാറിടാനായിട്ട് ഒരുങ്ങി. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. അച്ചാറിടുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് നാരങ്ങ വാട്ടിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് ആ വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോഴേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ അതിൻ്റെ അകത്തേക്ക് ഇടാം. ഞാനിവിടെ ഏകദേശം ഒരു 11 നാരങ്ങയാണ് എടുത്തേക്കുന്നത്, ചെറുനാരങ്ങ. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 5 മിനിറ്റ് തന്നെ ധാരാളമാകും. ആ നാരങ്ങ പൊട്ടി വരാൻ പാടില്ല. അതിന് മുമ്പ് തന്നെ നമുക്കിതൊന്ന് കോരിയെടുക്കണം. നാരങ്ങയെല്ലാം കോരിയെടുത്തതിന് ശേഷം അത് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ച് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ നാരങ്ങ ഒരു 4 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. ദാ ഇപ്പം നാരങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചൂടായ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എടുക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ വേണം അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അതല്ല നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂത്തും. ഇതാണെങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ച് നാളെങ്കിലും കേടുകൂടാതിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചുവ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഏതെണ്ണയാന്ന് വെച്ചാൽ ഉപയോഗിക്കുക, കുഴപ്പമില്ല. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയെ ഒന്ന് പൊട്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, നമ്മൾ വെളുത്തുള്ളി എടുത്തതിൻ്റെ പകുതി മാത്രം വേണം ഇഞ്ചി എടുക്കാനായിട്ട്. എന്നിട്ട് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ഡേറ്റ്സ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തത് മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി വിനാഗിരി ഒഴിച്ച ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയില്ലേ, അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒന്ന് വഴറ്റണം എന്ന് പറഞ്ഞ് ഒരുപാട് നേരം വഴറ്റരുത്. വഴറ്റി നമ്മുടെ നാരങ്ങയൊക്കെ വെന്ത് പൊടിഞ്ഞു പോകും. ഇനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കടുക്, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഡേറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ ഈ അച്ചാറിന് ഒട്ടും കയ്പില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.